ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ 3.5 സെൻറ്റ് സ്ഥലമാണ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെയ്ത കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് കേട്ടോ. കൃഷി എന്നൊന്നും പറയാനില്ല, കറിവേപ്പിലുണ്ട്, അതുപോലെ തന്നെ മുരിങ്ങൻ്റെ എല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിവേപ്പില ചിലവർക്ക് വെച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് കൂടി നന്നാവുകയില്ല. അപ്പം ഞാൻ ചെയ്തൊരു ട്രിക്കാണ് കേട്ടോ ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വളർത്തിയെടുത്തതെന്നുള്ളൊരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടമാകുകയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ തന്നെ എൻ്റെ പുതിയ ചാനലായിരുന്നു ഇത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ ഇട്ടിനു. എൻ്റെ പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ ആരും അങ്ങനെ കണ്ടിക്ക് കുറച്ച് ആൾക്കാരൊക്കെ കേട്ടോ. പിന്നെ അത് അങ്ങനെ തന്നെ സ്റ്റക്കായി നിന്ന് പോയി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ലൈക്ക് അടിക്കുകയെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് കയറിപ്പോകും കേട്ടോ. എനിക്കിത് ഫസ്റ്റിലത്തെ വീഡിയോ അതിനെ കൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് കണ്ടാൽ തന്നെ എനിക്ക് വാച്ച് വേഴ്സ് ഇമ്മ തന്നെ കയറി വരും കേട്ടോ. അതിനെക്കൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ വാച്ച് വേഴ്സിന് ഇങ്ങനെ കാത്ത് കുത്തിരിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടിട്ടൊന്ന് സഹായിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്കിവിടെ 3.5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ എൻ്റെ വീടെടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എൻ്റെ ബേക്ക് ഭാഗമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ബേക്കിൽ വാഷിംഗ് മെഷീൻ ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മതിലൊക്കെ കെട്ടിയാൽ പിന്നെ തീരെ സ്ഥലമില്ല കേട്ടോ. പിന്നെ നമ്മൾ കുഴിച്ചിട്ടല്ലോ കേട്ടോ ഈ ഒരു മാവ്, അവിടെ അണ്ടി വീണിട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഈ മാവുമ്മേൽ നിറച്ച് മാങ്ങ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ മുറിക്കാനൊന്നും തോന്നില്ല. പിന്നെ ഈ ഒരു സൈഡിൽ ഈ മൂലയിലായിട്ട് കാണുന്നത് മൈലാഞ്ചിയാണ് കേട്ടോ. മൈലാഞ്ചി ഉണ്ട്, അത് ഒരു വലിയൊരു മരമാണ് കേട്ടോ. അത് എന്നോട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഞാൻ പിന്നെ ഡബ്ബിങ് കൊടുത്തതാണ്. പിന്നെ ഞാനത് കണ്ടേരെ പറയണം എന്ന് ഉദ്ദേശിച്ചാണ്. പിന്നെ ഇത് എൻ്റെ മാപ്പിളക്ക് കിട്ടിയ മീൻ പണിയാണ് കേട്ടോ എൻ്റെ മാപ്പിളക്ക്. അപ്പം മീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇത് പാസ്സായതാണ് കേട്ടോ ഒരു പെട്ടി. അങ്ങനെ എടുത്ത് വെച്ചാൽ ഞാനിപ്പോൾ അതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കലാന്നേ. പിന്നെ ഇത് തേനാമ്പായാണ് കേട്ടോ. തേനാമ്പായൻ്റെ മുകളിൽ ഉണ്ടായിക്കില്ല. ഞാനിതാ ഇപ്പം ഒരു ഇലയില്ലേ, അത് തേനാമ്പായാണ്. അതിമ്പോൾ കായൊന്നും ഉണ്ടായിക്കില്ല, അത് ഉണ്ടായി വരുന്നതാണ്. പിന്നെ നമ്മളിത് 3-4 വർഷമായി കേട്ടോ ഈ ഒരു കറിവേപ്പില ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എപ്പോഴും ഇപ്പം അതിന് ശേഷം ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ നമ്മൾ 2 കൊല്ലെങ്കിലും കാത്തിക്കണം കേട്ടോ. നമ്മൾ ഇലയൊക്കെ പൊട്ടിച്ചെടുക്കണമെങ്കിൽ ഞാൻ 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇലയൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയത്. നല്ലോണം കായ്ച്ച് വന്നതായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇലയൊക്കെ ഒടിച്ചൊടിച്ച് ഇപ്പോൾ ആളെല്ലാം കൂടി ഇല ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ഇലകളൊക്കെ കിട്ടും. എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഒടിച്ചൊക്കെ കൊടുക്കണം കേട്ടോ, എന്നാലന്ന് അങ്ങനെ ഇല തളർത്തൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് സൈഡിലൊക്കെ തളർത്ത നേരത്തെ കാണിച്ചിന് കേട്ടോ. ഇത് ഞാൻ ഞാൻ വാങ്ങിയിട്ട് കുഴിച്ചിട്ട്, അതിപ്പം കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായി, അല്ല 2 വർഷമൊക്കെ ആയി. അപ്പോൾ അങ്ങനെ തളർത്ത് വരുന്നുള്ളൂ. അത് നമ്മൾ ഒടിക്കാണ്ട് വെച്ചതാണ്. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ കണ്ടിട്ട് ഇലയൊക്കെ പൊട്ടിച്ചെടുക്കൽ, ഇതൊക്കെ പിന്നെ അങ്ങനെ വേരുമ്മലൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ ഉണ്ടായി കിടക്കുക. എന്നിട്ട് ഇതൊന്നും ഞാൻ കുഴിച്ചിട്ടതല്ല. ഇത് ഫസ്റ്റ് കുഴിച്ചിട്ട കറിവേപ്പില ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭാഗത്തേക്ക് മാറ്റിയാൽ വേരുമ്മൽ പൊട്ടിയിട്ട് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു കറിവേപ്പിലൊക്കെ ഉണ്ടായത് കേട്ടോ. പക്ഷേ ഈ ഒരു പച്ച കളറിലെ ഈ കറിവേപ്പില ഞാൻ വാങ്ങിയിട്ട് കുഴിച്ചിട്ടതാണേ. അപ്പോൾ അത് ഞാൻ പൊട്ടിക്കാണ്ട് വെച്ചതാണ് കുഞ്ഞു കറിവേപ്പില കേട്ടോ. അത് കുറച്ച് വലുതായിട്ട് അങ്ങനെ നമുക്ക് പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചതാണേ. പിന്നെ നമ്മൾ കറിവേപ്പില കുഴിച്ചിട്ടാൽ പൊട്ടിക്കാണ്ട് വെക്കുക കേട്ടോ. അതിൻ്റെ ഇല ഒരു 1.5 കൊല്ലോ 2 കൊല്ലെങ്കിലും അതിൻ്റെ ഇല നുള്ളാണ്ടിരിക്കുക. ചിലവരുണ്ടാവും അതിന് തന്നെ ഇല നുള്ളിയിട്ട് ചെറുതായാലും വണ്ടിയിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇല നുള്ളി എടുത്തുകൊണ്ട് പോയിട്ട് കറിയിലിടുന്നത് കാണാം. പക്ഷേ നമ്മളത് തീരെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെക്കുക കറിവേപ്പില. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം കുഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ പിന്നെ ചാണകമോ അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ചാണകം ഇട്ട് കൊടുക്കുക. ഇരുമ്പിൻ്റെ കഷ്ണം കുഴിച്ചിട്ടാൽ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പച്ച പിടിച്ചുണ്ടാവും കേട്ടോ.